ക്യാപ്സിക്കം റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നല്ല സ്വാദിഷ്ടമായ ക്യാപ്സിക്കം റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് നേരം വഴറ്റണം. അതിനുശേഷം ഒരു സവോള നീളത്തിലരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. 3 മിനിറ്റ് നേരം വഴറ്റുക. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മസാലകൾ ചേർക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം വഴറ്റുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വേണം വഴറ്റാൻ. അതിനുശേഷം 200 ഗ്രാം വേവിച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി 1 മിനിറ്റ് നേരം ചൂടാക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ക്യാപ്സിക്കം റൈസ് റെസിപ്പി തയ്യാർ. ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 4 പേർക്ക് വിളമ്പാനുണ്ടാവും. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.